പിന്നെ ശിവ. ഹലോ, ഹായ്, നമസ്കാരം. വീണ്ടും എല്ലാവർക്കും സദാശിവ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നും വീണ്ടും ഫുഡ് അടിക്കാൻ വേണ്ടി ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ എപ്പോ ഇൻട്രോ വന്നാലും ഇവന്മാര് ഫുഡ് അടി മാത്രമല്ല, ഇവർക്ക് ഒരു കണ്ടന്റ് ഇല്ലെന്ന് വിചാരിക്കരുത്. കണ്ടന്റൊക്കെ ഉണ്ട്, കണ്ടന്റൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫുഡ് അടിയാണ് പ്രാധാന്യം. അതെ അതെ, അതാണല്ലോ ഭക്ഷണം, അന്നമാണല്ലോ എല്ലാം എല്ലാം. അല്ല സദാ, പിന്നെ ശിവ. അപ്പൊ ഇന്ന് നമ്മൾ ഫുഡ് അടിക്കുമ്പോ നമ്മുടെ PWD ഗസ്റ്റ് ഹൗസ്. അപ്പൊ അവിടെ നമ്മള് നല്ല ഊണ് കിട്ടും. ഊണ് മാത്രമല്ല, ഭക്ഷണങ്ങളും ഉണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ ഉച്ച സമയമാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ ഉച്ചയ്ക്ക് പോയി ഊണ് കഴിക്കാൻ വേണ്ടി പോകണം. അവിടെ ഊണ് നല്ല ഫിഷ് ഐറ്റംസ് ഉണ്ടെന്നാണ് കിട്ടിയ വിവരം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ പോയിട്ട്. അല്ല, അന്ന് നീ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചിലപ്പോ ആശിഷ് കണ്ടന്റ് വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവും. ശരി, അത് പക്ഷെ അത് നമ്മൾ അതിലൊന്നും അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടുത്തെ പരിപാടികൾ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മള് എന്നിട്ട് ലൊക്കേഷനിലേക്ക് വന്ന ഒരു വീഡിയോയില്. അപ്പൊ ഞാനപ്പോ അന്ന് അവിടെ പോയപ്പോ ഇത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സ്ഥലം. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡായിരുന്നു, മിതമായ റേറ്റ് ആണല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാം. ബാക്കി അപ്പൊ നമ്മള് നമ്മൾ പോകുന്നത് തൈക്കാടാണ്. തൈക്കാട് PWD റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും വിചാരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം കാണിക്കുന്നില്ല ജഗതി, പൂജപ്പുര, കരമന, വേറൊന്നും കൊണ്ടല്ല. നമ്മളിപ്പം സത്യം പറഞ്ഞാൽ ഇപ്പൊ അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മളിപ്പോ കവർ ചെയ്യുന്നുള്ളൂ. വലിയ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. ഇനി കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കാം. ചൂടി ദൂരത്തോട്ടൊക്കെ ഉള്ളത് ഞങ്ങൾ എത്തിക്കാം. ഇത് നമ്മുടെ ലക്ഷ്യം തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി മാത്രമല്ല ഫുഡ് മാത്രമായിരിക്കില്ല നമ്മുടെ കണ്ടന്റ്, അല്ലടാ. അപ്പം ഫുഡ് മാത്രമായിരിക്കില്ല. പക്ഷെ ബേസിക്കലി ഞങ്ങൾ രണ്ടും ഫുഡീസ് ആയതുകൊണ്ട് ഫുഡ് മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത്. അതാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മള് ഇപ്പം വേറെ ജില്ലകളിലൊക്കെ പോയി താമസിക്കുമ്പോ നമുക്കൊക്കെ അനുഭവപ്പെട്ടുള്ള ഒരു സംഭവം, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഏതാന്ന് അറിയില്ല. അപ്പൊ പോയി ഒരു സ്ഥലത്ത് പോയി ഫുഡ് അടിക്കും. അപ്പൊ ഫുഡ് നല്ലതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര നമുക്ക് തന്നെ ഒരു ആ ദിവസം പോകും. അത് എവിടെ പോകുന്ന നമ്മൾ നല്ല ഒരു കിടലൻ സ്ഥലമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയിട്ട് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് മടുപ്പ് ഫുഡാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം പോയ പോലെ ആവും നമ്മള്. അതെ അതെ. അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്നും പൊട്ടോട്ടാന്നും പറയും. അതെ അല്ലെ, സത്യം. ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മള് നല്ല ഫുഡ് മാത്രമല്ല പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടാത്തതും നമ്മൾ പറയുന്നുണ്ട്. ചില വ്ളോഗേഴ്സ് എനിക്കറിയില്ല, എനിക്കൊന്നും കുറച്ചു ഭാഗം വ്ളോഗേഴ്സ് അവര് എന്ത് ഫുഡ് കഴിച്ചാലും നല്ലതെന്നേ പറയുള്ളൂ. അത് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരായിരിക്കാം. പക്ഷെ നമ്മൾ അത് ഉദ്ദേശിക്കണില്ല, പൈസ ഇതില് ഇല്ല. അതെ, കഴിക്കുന്ന ആ സമയത്ത് ചിലപ്പോ നമ്മൾ പറഞ്ഞില്ലെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് നിങ്ങളോട്. അതുകൊണ്ട് ഫുഡാണ് ഇപ്പൊ നിലവിലെ നമ്മുടെ മെയിൻ. നമ്മളിപ്പോ നമ്മുടെ പോലീസ് ട്രെയിനിങ് കോളേജിന്റെ ഇവിടെ എത്തി. ഏകദേശം നമ്മള് ഇവിടെ തന്നെ ആണോ വന്നത്? ഇവിടെ തന്നെ വന്നത്. ഇവിടുന്ന് അകത്തോട്ടാ കയറിയായിരുന്നോ? ഓക്കെ. ഇതാണ് PWD റെസ്റ്റ് ഹൗസ്. എവിടെയും കൂടെ തിളക്കണമല്ലോ. MLA-മാരൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് PWD റെസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നുണ്ട്. അല്ല പഴയ തറവാട് ഫീലൊക്കെ, തറവാട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാനുള്ളത്. ടൗണിന്റെ നടുക്ക് സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ ടൗണില് ഈ ഗവൺമെന്റിന്റെ, അതായത് ഫോറസ്റ്റിന്റെ ആണെങ്കിലും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിലും ഇതുപോലെ റെസ്റ്റ് ഹൗസ് ആണെങ്കിലും ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലിയാണ്. നോക്കിയാൽ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. പിന്നെ മാത്രമല്ല, ഇവിടെ തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ ഇവിടെ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡ് കൊടുക്കുള്ളൂ. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അവരും പോലീസുകാരൊക്കെ വന്നിട്ട് ഇവിടെ ഭക്ഷണം. ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആവുമ്പോ അവര് ബേസിക്കലി അവർ എപ്പോഴും ഫുഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കും. അത് നല്ല കാര്യമാണ്. കാരണം പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കില് നല്ല ഫുഡ്. എന്തായാലും ഇനി ബാക്കി നമുക്ക് കഴിച്ചിട്ട്
അതും കൂടി പറയാം അല്ലേ? ഓക്കെ. നല്ല തിരക്കാണ് ഇവിടെ. ഒരു സീറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക് ആണ്. എടാ അപ്പുറത്ത് നോക്കി 2 ചെറിയ സീറ്റ് ഉണ്ട്. സീറ്റും പോയിരിക്കുന്നു. അപ്പുറത്ത് എവിടെ ഇരിക്കാം അവിടെ. അപ്പം നല്ല ഫിഷിന്റെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ജനപ്രതിനിധികൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് നമ്മൾ എന്താണ് ആദ്യം ബില്ലടിക്കണം. ബില്ലടിച്ചതിന് ശേഷമാണ് അവർ വരുമ്പോൾ ഇത് കൊടുക്കണം. അപ്പൊ അകത്ത് സ്ഥലമുണ്ട്. അവിടെ പോയിരുന്നാലും ഒരാൾ പോയിരിക്കും, ഒരാൾ സെറ്റപ്പ് ആകട്ടെ. ഒരു അടിപൊളി ചോറ്, നല്ല കുത്തരി ചോറ്, അവിയൽ, തോരന്, തൊടുകറി, അച്ചാറ്, മീൻ. ഇതാണ് മറ്റേ പുലാവ്. അല്ല പിലാവോ? ഇത് വെള്ളച്ചൂര. ഇത് വെള്ളച്ചൂര. അവൻ തുടങ്ങി. ഫുഡ് ചോറ് വന്നു, മീൻകറി വന്നു, തുടങ്ങി. മറ്റേ നത്തോലിപ്പീര. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയണ ഒഴുവ, ഉഴുവല്, അങ്ങനെ പല അപരനാമത്തിൽ അറിയപ്പെടും. മറ്റേ നാടൻ നാടൻ പച്ചമുളക് ഇട്ടിട്ട് ഉണ്ടാക്കണം കഴിക്കാം. സാധനം ഞങ്ങൾ അന്ന് വന്നപ്പോഴായിരുന്നു ഇത് കഴിച്ചായിരുന്നു. ഓക്കെ, തുടങ്ങാം. അതെ, നീ തുടങ്ങി. നീ ഞാൻ തുടങ്ങട്ടെ. എങ്ങനെയുണ്ടാ? നീ ഇതൊന്ന് കഴിച്ചു, ഫിഷ് ഒന്ന് കഴിച്ചു നോക്കി. നാടൻ മുളകിന്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് കിട്ടും നമുക്ക്. നെക്സ്റ്റ് പേഷ്യൻ കുറച്ച് എനിക്ക് വെച്ചേക്കണ വെള്ളച്ചൂല. അടിപൊളി. ഒരുപാട് കുക്ക് ചെയ്ത് നശിപ്പിച്ചിട്ടില്ല. നല്ല പാകത്തിന് കുക്ക്, നല്ല മസാല. ഞാനിതൊരു ഫിഷിലേക്ക് കടന്നില്ല, പക്ഷെ ബാക്കി പറയും. നല്ല വിഷമുണ്ടല്ലേ? കഴിക്കലാണ്ട് അറിയാം. സ്മെല്ലൂടെ വന്നപ്പോ അതായത് ഇത് നോക്കിയ സാധനം ഞാൻ പറഞ്ഞില്ല, ആ മുളകിന്റെ ഒരു നാടൻ മുളകിന്റെ മീനാണ് അടിപൊളി. ഇല്ല, ഓവർ കുക്ക് ചെയ്ത് നശിപ്പിച്ചിട്ടില്ല. ഫ്രൈ ആണെങ്കിൽ ഒരു ഉരുളക്ക് ഒരു മീൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എരിവൊന്നുമില്ല, ഓവർ സ്പൈസ് ഒന്നുമില്ല. എന്തായാലും ഞാൻ അടിച്ചു തീർക്കട്ടെ. അപ്പൊ നമ്മള് വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. നീ സൺസ്ക്രീൻ ഇട്ടില്ലടാ? സൺസ്ക്രീൻ ഇല്ല. വെയിലത്ത് കുരുത്തവൻ അല്ല, തീയിൽ കുരുത്തവൻ. അപ്പൊ നമ്മള് റെസ്റ്റ് ഹൗസിൽ നിന്ന് ഫുഡ് കഴിച്ചു. കിട്ടില്ല ഫുഡ് കഴിച്ചു. അല്ല, സത്യം പറയാലോ, അവിടെ നിന്ന് ചിലപ്പോൾ അവിടുത്തെ വോയിസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. കാരണം തിരക്ക്, നല്ല സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അത്രയും ആൾക്കാർ ഇപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കുക. കുറെ ആൾക്കാര് സീറ്റ് ഇട്ടാണ്ട് നിൽക്കുക. അപ്പൊ അത്ര നല്ല ഫുഡ് ആയതുകൊണ്ടാണ്
ഇത്ര നല്ല ഫുഡും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. ഞാൻ പറഞ്ഞു 2 ഊണും 2 ഫിഷ് ഫ്രൈയും ഒരു മീൻ പീരയും മേടിച്ചിട്ട് ഞങ്ങൾക്ക് 370 രൂപയായിട്ടുള്ളൂ. ധൈര്യമായിട്ട് ആർക്കും വേണം. ഇവിടുത്തുള്ളവർക്കെല്ലാം അറിയാം. എനിക്ക് ട്രിവാൻഡ്രത്തിൽ മാത്രമല്ല, ഏത് PWCയുടെ ക്യാൻറ്റീനിൽ ചെന്നാലും നിങ്ങൾക്ക് ഈ റേറ്റ് സാധനം കിട്ടും. പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പം വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്, അതുപോലെ സാധാരണക്കാർ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരേ സ്ഥലത്ത് ഇരുത്തിട്ടാ ഭക്ഷണം കൊടുക്കുക. ഒരുപോലെ MLA-മാരാണ്. നമ്മുടെ അടുത്ത് ഏതോ ഒരു വലിയൊരു പുള്ളി ഇരിക്കണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു സഖാവ്. അപ്പോൾ അതായത് എല്ലാവർക്കും ഒരേ രീതിയിൽ ഫുഡ് വിളമ്പുന്നു, ഒരേ സ്ഥലത്തിന് വിളമ്പുന്നു, ഒരുമിച്ചിരുന്ന് എല്ലാവരുടെ വർത്തമാനം പറഞ്ഞു കഴിക്കുന്നു, പരസ്പരം അങ്ങോട്ട് പരിചയപ്പെടുന്നു. അത് ഭയങ്കര രസമായിട്ട് തോന്നി. എന്തായാലും ഇത് നിങ്ങളെന്തായാലും മിസ്സാക്കരുത്. ഇവിടെ വന്ന് ഊണ് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊണ് കഴിച്ചു പോകാം. എന്തായാലും മോശമാവില്ല, പൊളിക്കാം. അപ്പം എന്തായാലും ഇനി ഇതുപോലുള്ളത് നിങ്ങൾ ഉടനെ തന്നെ അടുത്തേക്ക് പോകും. അല്ല സദാ? പിന്നെ